ഗൃഹപതിക്ക് 5 വയസ്സ് തികഞ്ഞപ്പോൾ അവൻ്റെ പൂണൂൽ ചടങ്ങ് നടത്തി. തുടർന്ന് 1 വർഷം കൊണ്ട് അവൻ എല്ലാ വേദങ്ങളിലും മറ്റ് പുണ്യഗ്രന്ഥങ്ങളിലും പ്രാവീണ്യം നേടി. ഗൃഹപതിക്ക് 9 വയസ്സ് തികഞ്ഞപ്പോൾ നാരദൻ ആഗതനായി വിശ്വനാരെ സുപ്രധാനമായ ആ വാർത്ത ബോധിപ്പിച്ചു. ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങൾ നിമിത്തം ഗൃഹപതിയുടെ മരണം ആസന്നമായി എന്ന്. ആ വാർത്ത ഗ്രഹിച്ച വിശ്വനാരും ശുചിസ്മതിയും വിലപിക്കുവാൻ തുടങ്ങി. എന്നാൽ ഗൃഹപതി മാതാപിതാക്കളെ ആശ്വസിപ്പിച്ചുകൊണ്ട് മരണത്തെ കീഴടക്കുവാനായി കാശിയിലേക്ക് തപസ് അനുഷ്ഠിക്കുവാൻ പോകുന്നു. ഗൃഹപതി കാശിയിൽ തപസ് ആരംഭിച്ചു. ദേവനായ ഇന്ദ്രൻ അവിടെയെത്തി ഇഷ്ടപ്പെടുന്നതെന്തും ആവശ്യപ്പെടുവാൻ അഭ്യർത്ഥിച്ചു. എന്നാൽ ഗൃഹപതി ഇന്ദ്രനെ അവഗണിക്കുന്നു. കോപാകുലനായ ഇന്ദ്രൻ സ്വന്തം ആയുധമായ വജ്രായുധം ഉപയോഗിച്ച് ഗൃഹപതിയെ ആക്രമിക്കുവാൻ ശ്രമിച്ചു. ആ പ്രകോപനത്തിൽ ഗൃഹപതി ഭയന്നുപോയി. തദവസരത്തിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടതിനാൽ ഇന്ദ്രന് പിന്മാറേണ്ടി വന്നു. ഈ മിന്നലാകുന്ന വജ്രത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? വജ്രത്തിനല്ല, കാലവജ്രത്തിന് പോലും നിന്നെ വധിക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശിവൻ ഗൃഹപതിയെ അനുഗ്രഹിച്ചു. അതോടെ ഗൃഹപതി സന്തുഷ്ടനായി. അവൻ ആരാധിച്ചിരുന്ന ശിവലിംഗം പിന്നീട് അഗ്നീശ്വരലിംഗം എന്ന പേരിൽ പ്രസിദ്ധമായി തീർന്നു. ശിവൻ ഗൃഹപതിയെ എല്ലാ ദിക്കുകളുടെയും അധിപനാക്കി.